ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് നാറിയ കളിയും കളിക്കും. ഞാൻ അത്രക്കാരി അല്ല. ഇയാൾ എനിക്ക് അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. ജഗം പൊറത്താലും ഈ ദേഹത്ത് കുത്തി പരിക്കേൽപ്പിച്ചവരോട് ഈ വന്ദന പൊറുക്കില്ല. എനിക്കതിനാവില്ല ജഗ. ആളാരാണെന്നറിഞ്ഞ എനിക്ക് മുന്നേ പകരം വീട്ടുന്നത് ജഗന്റെ അച്ഛനാവും. ഈ കാര്യം അറിഞ്ഞ ഉറക്കം നഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളും കുറുപ്പ് സാറാവും. വന്ദന എനിക്ക് വാക്ക് തരണം. എന്താ? അതാരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ അച്ഛനോട് ഒരിക്കലും പറയില്ല. ഇല്ല ജഗ, ഒരിക്കലും പറയില്ല. ഗൂഗിൾ എഴുന്നേറ്റില്ലേ? അവനെ ക്ലാസ് ടീച്ചറെ ഞാൻ കണ്ടിരുന്നു. നിന്റെ മോനെ നല്ല ഒന്നാന്തര ഉഴപ്പനാണത്രേ. ഞാൻ സുചിത്രേട്ടത്തിയല്ല, മീനാക്ഷിയാ. നിന്നോടാരടി എനിക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? അത് എല്ലാവർക്കും ചായ കൊടുത്തപ്പോ. എല്ലാവർക്കും കൊടുത്തപ്പോ എനിക്കും ചായ തരാന്ന് കരുതിയില്ലേ? അത് വേണ്ട. നീ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോരുത്. പൊക്കോ. നിക്ക്. പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ചെന്ന് വാതിലോർക്ക്. വിനുവേട്ടനായിരിക്കും. രാവിലെ ശത്രുസംഹാര വഴിപാട് നടത്താൻ അമ്പലത്തിൽ പോയിരുന്നു. ആരാ എന്റെ ശത്രു? ഞാനാണോ? അയ്യോ അല്ല. പിന്നെ ആർക്ക് വേണ്ടിയാടി അവൻ ഈ വഴിപാടൊക്കെ കഴിക്കാൻ പോയത്? അവൻ ആകെപ്പാടെയുള്ള ശത്രു ഈ പ്രകാശന. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും പുച്ഛവും ശത്രുതയാ. പോയി നോക്കണേ. ആരാ? നിങ്ങൾ ആരാ? ആരെ കാണാൻ വന്നതാ? ജാനകി. ജാനകി? അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ. നിങ്ങക്ക് വീട് മാറിയതായിരിക്കും. മോളെ, ഞാൻ നിന്റെ ഷാജിയേട്ടനാണ്. ഷാജിയേട്ടനോ? ഏത് ഷാജിയേട്ടൻ? അല്ല, നിങ്ങക്കെന്താ ഭ്രാന്തുണ്ടോ? മോളെ, നിനക്കെന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? നീ വാ, നമുക്ക് പോവാം. വാ. വരാൻ. വാ ജാനകി. ജാനകി, വാ ജാനകി. എന്താ ഇത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മുറ്റത്ത് കയറി പോകരുതെന്ന്. മീനാക്ഷി, മീനാക്ഷിക്ക് ഇയാളെ അറിയോ? എനിക്കറിയില്ല അമ്മേ. ഇയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കേട്ടില്ലേ? എന്നെ അറിയില്ലെന്ന്. എന്റെ ജാനകിക്ക് എന്നെ അറിയില്ലെന്ന്. എന്റെ കൂടെ ഭാര്യയായിട്ട് 2 കൊല്ലം കഴിഞ്ഞവൾക്ക് എന്നെ അറിയില്ലെന്ന്. അച്ഛാ, അമ്മ ഇത് വിശ്വസിക്കരുത്. സുചിത്രേച്ചി, പ്രകാശേട്ടാ, ഇയാള് പറയുന്നതൊക്കെ കള്ളോ. എനിക്ക് ഇയാളെ അറിയില്ല. ഭാര്യയ്ക്ക് ക്യാൻസർ വന്നാൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാം.
സ്വന്തം ഭർത്താവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇങ്ങനൊരു അസുഖം വന്നാ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എല്ലാവരോടും യാചിക്കുക. ഇവൾ എന്റെ ജാനകിയ, എന്റെ ഭാര്യ. നിങ്ങൾ എല്ലാരും കൂടി ഇവളെ എന്റെ കൂടെ അയക്കണം. നിർത്തണ നിന്റെ നാടകം. ഇവിടെ എന്റെ മരുമകളാ, എന്റെ മകൻ വിനുവിന്റെ ഭാര്യ. എന്റെ വീട്ടിൽ കയറി വന്ന് വൃത്തികേട് കാണിക്കാൻ നോക്കിയാ കൊല്ലും നിന്നെ ഞാൻ. ഇറങ്ങണ എവിടെയില്ല, ഇറങ്ങാൻ. അച്ഛാ വേണ്ട, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ. അച്ഛൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇവൻ കള്ളനായിരിക്കാം. ഇവൻ പറയുന്നതൊക്കെ ശുദ്ധ കള്ളത്തരങ്ങളും ആവാം. പക്ഷേ ഇവള് പറഞ്ഞതാണ് കള്ളമെങ്കിലോ? ഇവളുടെ യഥാർത്ഥ പേര് ജാനകി എന്നാണെങ്കിലോ? പ്രകാശ് ചേട്ടാ, എന്താടി? ഛീ! വീട്ടിൽ കയറി വന്ന് പെണ്ണുങ്ങളെ കൈയേറ്റം ചെയ്യാൻ നോക്കുന്ന ഇവനെ പോലുള്ള നാരികളെ ചവിട്ടി പുറത്താക്കേണ്ട നീ ഇവൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്നോ? നാണമില്ലടാ നിനക്ക്. നിന്റെ ഭാര്യയില്ലേ ഈ നിൽക്കുന്ന സുചിത്ര? ഇവളെ തേടി ഒരു സുപ്രഭാതത്തിൽ ഒരുത്തം വന്നിട്ട് സുചിത്ര അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ നീ വിട്ടുകൊടുക്കുവോ? മീനാക്ഷി, എനിക്കറിയാം ഇവള് നല്ല പെണ്ണ. ഞാൻ തിരക്കെടുത്തോളാം. ഇവളെ കുറിച്ച് നല്ല റിപ്പോർട്ടുകളല്ല കിട്ടിയത്. 2-3 ദിവസം ഇവളുള്ള വീട്ടിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു എന്നുള്ള വാർത്തകളും കിട്ടിയിട്ടുണ്ട്. പലർക്കും കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനുള്ള ഇവള് എന്ത് നാറിയ കളിയും കളിക്കും. ഞാൻ അത്രക്കാരി അല്ല. ഇയാൾ എനിക്ക് അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കണം. മാനത്തെ കൊട്ട